ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കഥ പറയാം. ഒരു പുലിയും ഒരു കഴുതയും തമ്മിൽ ഒരു പൊരിഞ്ഞ മത്സരം. കഴുത പറഞ്ഞു പുല്ലിൻ്റെ നിറം നീലയാണെന്ന് പറഞ്ഞു. അതായത് കഴുത പറഞ്ഞു പുല്ലിൻ്റെ നിറം നീലയാണെന്നുള്ളത്. പുലി പറഞ്ഞു അല്ല, പച്ചയാണ്, പുല്ലിൻ്റെ നിറം പച്ചയാണെന്ന്. അങ്ങനെ ഇവർ തമ്മിൽ വലിയൊരു അങ്ങോട്ട് വാക്ക് തർക്കമായി, നല്ല തർക്കമായി. അപ്പോൾ തർക്കം മൂത്ത സമയത്ത് ഇവർ പറഞ്ഞു നമുക്ക് അങ്ങനെയാണെങ്കിൽ സിംഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട്, സിംഹരാജാവിൻ്റെ അടുത്തേക്ക് പോയിട്ട് നമുക്ക് ചോദിക്കാം പുല്ലിൻ്റെ നിറം പച്ചയാണോ നീലയാണോ എന്നുള്ളത്. അങ്ങനെ ഈ കഴുതയും പുലിയും സിംഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ സിംഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു. കഴുത പറയുന്നു പുല്ലിൻ്റെ നിറം നീലയാണ് എന്നുള്ളത്. അപ്പോൾ പുലി പറഞ്ഞു പുല്ലിൻ്റെ നിറം പച്ചയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ സിംഹത്തിന് പെട്ടെന്ന് ദേഷ്യം വന്നു. സിംഹം അപ്പോൾ തന്നെ പുലിയെ പിടിച്ചിട്ട് തുറുങ്കിലടച്ചു. എന്നിട്ട് പുലി ചോദിച്ചു സിംഹത്തിനടുത്ത്, ഞാൻ എന്താണ് ചെയ്ത തെറ്റ്, എൻ്റെ തെറ്റെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പുലി പറഞ്ഞു പുല്ലിൻ്റെ നിറം പച്ചയല്ലേ എന്ന് സിംഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ സിംഹം പറഞ്ഞു പുല്ലിൻ്റെ നിറം പച്ചയാണെന്നുള്ളത് ലോകത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ നീ ചെയ്ത തെറ്റ് ഈ ബുദ്ധിയില്ലാത്ത കഴുതയുമായിട്ട് മത്സരിച്ചതാണ് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ള കഴുതകൾ ഒരുപാട് നമ്മുടെ ചുറ്റുമുണ്ട്. കാരണം മണ്ടത്തരങ്ങൾ മാത്രം വിളമ്പുന്ന ചില കഴുതകൾ. അതായത് ഇവൻ എല്ലാവരുടെ അടുത്തും വിളിച്ചു പറയുന്നുണ്ട് ചില ആളുകൾ, അതായത് റഷ്യയിലേക്ക് വരരുത്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വരരുത്, ഇവിടെ കഠിനമായിട്ടുള്ള ജോലിയാണ്. ഇപ്പോൾ ഒരുത്തൻ നേരത്തെ ചില ആളുകളുടെ അടുത്ത്, ക്ലയൻറ്റിൻ്റെ അടുത്തൊക്കെ വിളിച്ച് അവർ റെക്കോർഡാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. ആ ഒരു വോയിസ് ക്ലിപ്പ് ആരെങ്കിലും ഏതെങ്കിലും ക്ലയൻറ്റ് അവനെ വിളിക്കുകയാണെങ്കിൽ ആ റെക്കോർഡ് അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കും. അതിലവൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴുത പറയുന്നത് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര കഠിനമായിട്ടുള്ള ജോലിയാണ്, അങ്ങനെയാണ്, കഷ്ടപ്പാടാണ്, ദുരിതമാണ്, പ്രശ്നങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഇവൻ 6 കൊല്ലത്തിൻ്റെ മുകളിൽ, ഇവൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം, ഒരു ജുബി എന്ന ഒരു പെരിയും കള്ളനാണ്. അപ്പോൾ ഇവൻ 6 കൊല്ലത്തിൻ്റെ മുകളിലായി ഇവിടെ റഷ്യയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കഷ്ടപ്പാടാണെങ്കിൽ, ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നീ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾക്ക് നാട്ടിൽ പോയിട്ട് വല്ല കൂലിപ്പണിക്കോ വേറെ എന്തെങ്കിലും പണിക്കോ, മൊബൈൽ ഷോപ്പിലോ പച്ചക്കറി പൊടിയിലോ നിങ്ങൾക്ക് പണിയെടുത്താൽ പോരെ. പിന്നെ നീ എന്തിനാണ് റഷ്യയിൽ പിടിച്ചു നിൽക്കുന്നത്?